എന്നിട്ട് ഹോസ്റ്റലിന്റെ കാര്യമൊക്കെ നോക്കാം. ശരി ഏട്ടത്തി, എന്നാ ഞാൻ വെക്കുക. ശരി, എന്നാ നാളെ വന്നിട്ട് കാണാം. അമ്മ എന്താ പറഞ്ഞേ? മോളെ, ഏട്ടത്തി പറഞ്ഞത് അങ്ങോട്ട് വന്നിട്ട് ഹോസ്റ്റലിന്റെ കാര്യമൊക്കെ സംസാരിക്കാന്നാ. ആണോ? ഓക്കെ, എന്നാ ഞാൻ പോയി പാക്ക് ചെയ്യട്ടെ. ഇതുവരെ നിന്റെ പാക്കിംഗ് കഴിഞ്ഞില്ലേ? കഴിയാറായി. ശിവേട്ട, അതാ പ്രേം മോളും വന്നു. പ്രിയ മോളെ വാ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു ഏട്ടത്തി. ആ അകത്തേക്ക് വന്നിട്ട് അവൻ ബാക്കി. അല്ലാരും മോളെ, നീ എന്തൊന്നും മിണ്ടാത്തേ? ഒന്നുമില്ല അമ്മായി. അല്ല ഏട്ടത്തി, ഏട്ടനും പിള്ളേരും എവിടെ? ഏട്ടനകത്തുണ്ട്, പിന്നെ അക്കു പുറത്തുപോയി. പൊന്നു ഫ്രഷ് ആവുന്നു. എന്റെ മോക്ക് സുഖല്ലേ? അതേലോ. പ്രിയ, നീ എന്തൊന്നും മിണ്ടാത്തെ? അതൊന്നുമില്ല ഏട്ടാ. അല്ല, ഏട്ടനൊന്ന് പോണ്ടായിരുന്നോ? നിങ്ങൾ വന്നോണ്ടെന്ന് ഞാൻ പോയില്ല. അച്ഛനൊന്ന് പോകാത്തോണ്ട് പേഷ്യൻസ് ഒന്നും ഇല്ലെന്നാ കേട്ടത്. മോളെ പൊന്നു, അച്ഛനിട്ട് തന്നെ താങ്ങേ. ഈ അനൂസേ, പൊന്നൂസെ, ഐ മിസ്ഡ് യു സോ മച്ച്. ഹോ, കാണുമ്പോൾ നിന്റെ സോപ്പിംഗ് ഒന്നും വേണ്ട. ഞാൻ 2 ദിവസം നിന്നെ എത്ര വിളിച്ചു, എന്നിട്ട് കോൾ എടുത്തോ നീ? എൻ്റെ പൊന്നു, മനഃപൂർവ്വമല്ല, ഇങ്ങോട്ട് വരാനുള്ള തിരക്കായത് കൊണ്ടല്ലേ. നീ ഒന്നും പറയണ്ട. ഓഹോ, അപ്പം ഞാൻ കൊണ്ടുവന്ന ലഡുവും ജിലേബിയൊക്കെ ആർക്ക് കൊടുക്കും? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, അതിനിടയ്ക്ക് എന്റെ അനു പിണങ്ങിയോ? ഒവ്വേ. പൊന്നു, അനുള്ള റൂം ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. മോള് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് ഡ്രസ്സൊക്കെ അവിടെയുള്ള കബോർഡിൽ ഒതുക്കി വെച്ചേക്ക്. പൊന്നു, അവളൊന്ന് ഹെൽപ്പ് ചെയ്തേക്കേ. ഏട്ടത്തി, ഡ്രസ്സ് ഇപ്പോൾ അവിടെ വെച്ചാൽ പിന്നെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ വീണ്ടും ബാഗിലേക്ക് എടുത്ത് വെക്കണ്ടേ? അതിനവളെ ഹോസ്റ്റലിലാക്കുന്നില്ലല്ലോ, അവൾ ഇവിടെ നിന്ന് പഠിക്കട്ടെ. ഏട്ടാ, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. അനു ഞങ്ങളുടെ മോള് തന്നെയാ. മക്കളെ, നിങ്ങൾ ചെല്ല്. പ്രിയ, നീ പോയി ഒന്ന് ഫ്രഷ് ആയേ. പിന്നെ നിന്റെ അച്ചുവേട്ടൻ എന്ത് പറയുന്നു?
എന്ത് പറയാൻ, വെക്കേഷൻ ആയതുകൊണ്ടൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ആകെയുള്ള ആശ്വാസം ചാറ്റിങ്ങും കോളിങ്ങുമാണ്. ഓ അങ്ങനെയാണല്ലേ. നാളെ എന്തായാലും കോളേജ് തുറക്കുമല്ലോ, അപ്പം കാണാലോ. സെയിം കോളേജ് തന്നെയല്ലേ? അതെ, ബട്ട് ചേട്ടനും അവിടെ തന്നെ ആയതുകൊണ്ടൊരു പേടി. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. ഓക്കെ, ഞാൻ എൻ്റെ റൂമിൽ കാണുവേ. നീ ഇതെവിടെയായിരുന്നു? അതച്ഛാ ഞാൻ കിച്ചൺ. അക്കു, നിനക്ക് ധാരാന്ന് മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതെ? അമ്മായി സുഖല്ലേ? അതേടാ, സുഖം. ഞങ്ങൾ വലുതായല്ലോ. ഇവരെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. നീ ആണെങ്കിൽ അന്ന് പോയ പിന്നെ വന്നിട്ടേ ഇല്ല. അത് പിന്നെ അമ്മായി, ഇവരങ്ങോട്ട് വരുന്നത് ഞാൻ ഫ്രണ്ട്സിലൂടെ ട്രിപ്പ് പോകുന്ന ടൈമിലാവും, അതല്ലേ? ശരി, മോച്ചെന്തെങ്കിലും കഴിക്ക്. ആ അമ്മായി. അമ്മായി ഫുഡ് തായോ? ആ, നീ വാ. അല്ല അമ്മായി, ഹനു എന്തിയേ? അവളെ ഉറക്കാണ് മോനെ. അവളെ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയൊക്കെ ഉണ്ട്, ബട്ട് വലുതായ പിന്നെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഇനി സംസാരിക്കാലോ, അവൾ ഇവിടെ തന്നെ കാണും. ശരി അമ്മായി. ഇതെന്ത് പറ്റി അക്കുവിനൊന്നും മിണ്ടാത്തെ? പണ്ടാണെങ്കിൽ അനു അക്കുവിൻ്റെ അടുത്ത് നിന്ന് മാറുപോലും ഇല്ലായിരുന്നു. ഇപ്പൊ എന്താ ഇങ്ങനെ? അതൊന്നുമില്ല അമ്മായി, കുറേ നാളായില്ലേ, അതാ. ഓ, സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും അല്ലേ? അമ്മ എപ്പോഴാ ട്രെയിൻ? അത് 4 മണിക്കാ. ഇന്ന് തന്നെ പോണം മോളെ. വേണേട്ടാ, നാളെ ഈവനിങ് നന്ദേട്ടൻ്റെ അടുത്തേക്ക് പോകുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നാളെ അങ്ങ് പോകുവാണോ? അപ്പൊ നിന്റെ ജോബോ? അതേട്ടാ, ഇവളിപ്പോ ഇവിടെയാണല്ലോ. അപ്പൊ ഞാൻ എത്രയെന്ന് വെച്ചാൽ നാട്ടിൽ ഒറ്റയ്ക്ക്. പിന്നെ ജോലി അതവിടെ ശരിയാക്കിയിട്ടുണ്ട്. ഓ, അല്ല അവൻ ഇപ്പോഴൊന്നും ഇങ്ങോട്ടില്ലേ? എല്ലാം നിർത്തിയിട്ട് ഇവിടെ വന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊരു 3 years കഴിഞ്ഞേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ആ, എന്നാ നീ ഇപ്പൊ റെഡിയാവും. സമയം 3 ആയില്ലേ മോനെ. നീ ഇവിടെ ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുത്തേക്ക്. ശരി അച്ഛാ. മോനെ, ദേ ഇവിടെ ഒന്ന് നോക്കിക്കോണേ. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഇത്തിരി കുറുമ്പ് കൂടുതലാ. അനു, ആവശ്യമില്ലാതെ കോളേജിൽ അടി ഉണ്ടാക്കാനൊന്നും നിൽക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോകും. പേടിക്കണ്ട അമ്മായി, ഞാൻ നോക്കിക്കോളാം. ഞാനൊന്നിനും പോവില്ല. അനു, അനു പോവും. അപ്പോൾ പണ്ടത്തെ പ്രോമിസൊക്കെ മറന്നു അല്ലേ? ആ കുവേട്ടാ. നീ എന്തോ ഒന്നും മിണ്ടാത്തെ? ഏ അതൊന്നുമില്ല. ഓ, എനിക്കറിയാമോ നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. ആ ഇഷ്ടം തിരിച്ച് എനിക്കുമുണ്ട്. പക്ഷെ പെട്ടെന്ന് എങ്ങനെയാ പറയുക എന്ന് വെച്ചാണ്. എന്തായാലും താമസിക്കാതെ തന്നെ ഞാൻ പറയും. എനിക്കിപ്പോഴും കണ്ണേട്ടനെ ഇഷ്ടമാണ്. ബട്ട് ഏട്ടന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാതെ ഞാൻ എങ്ങനെ പറയുന്നേ? എന്തായാലും കൈവിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഇഷ്ടം പറയും. അനു, എനിക്ക് പേടിയാണ്. റാഗിയൊക്കെ കാണുമോ? എടി, നിൻ്റെ ചേട്ടൻ്റെ അടുത്ത് സീനിയർ അല്ലേ? പോരാത്തിന് അച്ചുവേട്ടനും ഇല്ലേ? ഉണ്ട്, എന്നാലും. ഒരെന്നാലും ഇല്ല. നീ പേടിക്കാതെ ഇങ്ങോട്ട് വന്നേ. അയ്യോ, എന്താടി ശബ്ദം ഉണ്ടാക്കുന്നേ? എനിക്ക് ടോയ്ലറ്റിൽ പോണം. ഓ, അതിനാണ് നീ മനുഷ്യരെ പേടിപ്പിച്ചേ. നിന്നോട് ഞാൻ പേടിക്കലെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പം. നീ പോയിട്ട് വാ. അല്ല, ഞാൻ വരണോ? പറ്റിപ്പോയി. വേണ്ട, നീ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് വരാം. അതെ മോളെ, ഇങ്ങോട്ട് വന്നേ. റെഡ് ചുരിദാറിട്ട കുട്ടിയെ തന്നെ ഇങ്ങ് വാ. എന്താ ചേട്ടന്മാരെ? എന്താ വിളിച്ചാൽ
അതായിരുന്നു. എന്താ തന്നെ നെയിം? ഇഷാൻ വി. നല്ല പേരാണല്ലോ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? டச்சிங் டச்சிங் பக்கத்துல நீ இருக்க வெக்கத்துல நான் சிரிக்க பத்திக்கிற போன BSc ഫോറൻസിക്സ്. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ നമ്മുടെ പാർട്ടിയാണ്. എന്തായാലും നല്ലൊരു പാട്ട് പാട്. ഞാൻ പാടിയാ മതിയോ ചേട്ടന്മാരെ? അയ്യോ, അക്കു. അതേടാ, അക്കു തന്നെ. എടാ കിച്ചു, അച്ചു, നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫ്രഷേഴ്സിന്റെ അടുത്ത് കോഴിത്തരം കൊണ്ട് പോകരുതെന്ന്. ഇത് കോഴിത്തരല്ല, ഒന്ന് ജസ്റ്റ് കുട്ടിയുടെ നെയിം ചോദിച്ചതാ അല്ലേ കുട്ടി? അമ്മു, നീ എന്താ ഒറ്റയ്ക്ക്? പൊന്നു ഇവിടെ? അതോ, അവള് ടോയ്ലറ്റിൽ പോയി കണ്ണേട്ടാ. കണ്ണേട്ടനോ? ഇതുപോലെ അമ്മു, ഈ രണ്ട് നെയിമും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആള് വരുന്നവരെ നീ ഇവിടെ നിന്നോ. കാവ്യ, നിന്റെ അക്ഷത്തിന്റെ അടുത്ത് ഒരു പെൺകുട്ടി കണ്ടിട്ട് രണ്ടുപേരും നല്ല ക്ലോസ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഫ്രഷ് ആണെന്ന് തോന്നുന്നു. ഒറ്റ ഗേൾസിനോട് സംസാരിക്കാത്തവൻ അവളോട് അടുത്ത് നല്ല സംസാരം. ഇത് അനുവദിച്ചു കൂടാ. ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുക. നീ വരുന്നുണ്ടെങ്കിൽ വാ, കിയാൻ അവിടെ ഉണ്ട്. ഞാനുണ്ട്. അക്ഷത്, അക്കുന്നുള്ള ആള് വന്നല്ലോ. പറ, എന്താ? എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ? പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ കോൾ എടുക്കാത്ത എന്താ? ആസ് യൂഷ്വൽ, എല്ലാ വെക്കേഷൻ പോലെ തന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വിളിച്ചെടുക്കാതെ ഞാൻ കോൾ കണ്ടില്ല. അല്ല, ഇതാരാ? റാഗിങ് ചെയ്യാൻ നിർത്തിയതാണോ? എന്നാ ഞാൻ റാഗ് ചെയ്യാം. അത് ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവും. ഡേ, നിന്റെ നെയിം എന്താ? ഡി എന്നൊക്കെ ചേച്ചിയുടെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ട. ഓഹോ, ഫ്രഷായിട്ട് സീനിയറിൻ്റെ അടുത്ത് വെറുതെ സംസാരിക്കാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? ആരായാലും ശരി, എനിക്കറിയാത്തവർ എന്നെ ഡി, പോടി എന്ന് വിളിക്കുന്നതും എനിക്കിഷ്ടമല്ല. ഡി എന്ന് തന്നെ ഞാൻ വിളിക്കും. നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്. എന്നെ അടിക്കാനും മാത്രം നീ ആയോ? തൊട്ടു പോവരുത് അവിടെ. അക്ഷത്, നീ കണ്ടതല്ലേ അവൾ എന്നെ അടിച്ചത്? അമ്മ നിന്നെ അടിച്ചത് വെറുതെ ഒന്നുമല്ലല്ലോ. അവളെ നീ എടി എന്ന് വിളിച്ചിട്ടല്ലേ? അവള് 2 തവണ നിന്റെ അടുത്ത് മര്യാദക്ക് പറഞ്ഞതല്ലേ? നീ കേട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ അവള്. അപ്പൊ അവൾക്ക് വേണ്ടി നീ എന്നെ ഇൻസൾട്ട് ചെയ്യുവാണ് അല്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ലവർ അല്ലേ? ആൾ നിന്റെ ആരുമല്ലല്ലോ. എവിടുന്ന് വന്നിട്ട് ഫ്രഷ് ആവും. കാവ്യ, ഞാൻ എപ്പോഴെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഏത് വകയിലാണ് ഞാൻ നിന്റെ ലവർ ആവുന്നത്? പിന്നെ ഇവൾ എവിടുന്നോ വന്നവളല്ല. ആരെക്കാളും എന്റെ ലൈഫിൽ അധികാരമുള്ളവളാണ് ഇവൾ. ഷീസ് മൈ ലവർ. നീ കള്ളം പറയാണ്. ഇന്ന് കണ്ട അവൾ എങ്ങനെയാ നിന്റെ ലവർ ആവുന്നേ? അതിന് ആരാ പറഞ്ഞ? അവളെ ഞാൻ ഇന്നാ കണ്ടതെന്ന്. അവൾ ജനിച്ച അന്ന് മുതൽ ഞാൻ അവളെ കാണാൻ തുടങ്ങിയതാണ്, അടുത്തറിയാൻ തുടങ്ങിയതാണ്. കണ്ണേട്ടാ, ഇപ്പോ അമ്മു, ഞാനിപ്പോ പറഞ്ഞതെല്ലാം സത്യമാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ചെറുപ്പം മുതൽ തുടങ്ങിയതാണ്. അത് നിന്നോട് പറയാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ പറയാനും പറ്റിയില്ല. അമ്മു, നിനക്കെന്നെ ഇഷ്ടമല്ലേ? എനിക്കും കണ്ണേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. അത് നിങ്ങൾ അവിടുന്ന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എത്രയും പെട്ടെന്ന് കണ്ണേട്ടടുത്ത് പറയണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ. കിട്ടിപ്പോയി. കിച്ചു, എന്താണ് നിനക്ക്? അക്കോ, അത് ഞാൻ ഈ കണ്ണേട്ട അമ്മു ഈ നെയിം എവിടെയോ കേട്ടിട്ടുണ്ട്. അത് ആലോചിച്ചിരിക്കുവായിരുന്നു, ഇപ്പൊ കിട്ടി. ബെസ്റ്റ്. അല്ല, ആരാവർ ഒന്ന് പറഞ്ഞേ. അതോ, അത് നമ്മുടെ അക്കൗണ്ട് ചൈൽഡ്ഹുഡ് ലവറാണ് അമ്മു, ആ കുട്ടി. ഇവനെ വിളിക്കുന്നത് കണ്ണേട്ടനെന്നുമാണ്. ഓഹോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇവിടെ നടന്നത് വല്ലതും അറിഞ്ഞോ? അതിനെന്താ ഇവിടെ നടന്നേ? ബെസ്റ്റ്. അക്കു പിന്നെ ഇഷാന്റെയും സെറ്റായി. അപ്പോ നീ നിന്റെ അമ്മുവിനെ ചീറ്റ് ചെയ്യുവാണ് അല്ലേ അക്കു?
ആ കുട്ടി നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നീ ഇവിടെ വേറെ ആളെ സെറ്റാക്കി. പാവം ആ കുട്ടി. ഇനി ആ കുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുക്കാം. മോനെ കോഴിക്കുഞ്ഞെ, അതിൻ്റെ ആവശ്യമില്ല. അവക്കൊരു ജീവിതം കൊടുക്കാനല്ലേ ഇവിടെ അക്കൂ. അതെങ്ങനെ ശരിയാവും? അപ്പം ആ കുട്ടിക്ക് ഇവൻ ജീവിതം കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടിക്കോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കുട്ടിക്ക് ജീവിതം കൊടുക്കാം. മോനിപ്പോൾ തൽക്കാലം ആർക്കും ജീവിതം കൊടുക്കണ്ട. ആ കുട്ടിക്കും ഈ കുട്ടിക്കും അക്കു തന്നെ ജീവിതം കൊടുത്തോളൂ. മനസ്സിലായോ? അപ്പൊ ഒരേ ടൈമിൽ രണ്ടുപേരും നോക്കുന്നോടാ പട്ടി. എന്നെ പൊന്നിക്കിച്ചു, ഒന്ന് നിർത്ത്, ഞാൻ പറഞ്ഞോട്ടെ. ഇത് തന്നെയാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ലവ് അമ്മു. മനസ്സിലായോ? ഷേ, വെറുതെ തെറ്റിദ്ധരിച്ചു. അയ്യോ, ആ പോകുന്നത് ആരതിയല്ലേ? ഞാൻ അവളുടെ കയ്യിൽ നിന്ന് റിപ്ലൈ വാങ്ങിയിട്ട് വരാവേ. ആ പോക്ക് കണ്ടാലേ അറിയാം അവളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാനാണെന്ന്. അടി വാങ്ങാതെ വന്ന ഭാഗ്യം. അല്ല, കൊന്നിന് പുറകിലൊരു സ്റ്റാച്ചു. അളിയ, അയാൾ തട്ടിപ്പോയോ? അയ്യോ, എന്റെ പെണ്ണ് പോയി. ഞാനിനിയോ മീരയുടെ അടുത്ത് ബസ് പറയേണ്ടി വരുമല്ലോ. ഡാ, നീ ഇപ്പൊ എന്താ പറഞ്ഞ? നിന്റെ പെണ്ണോ? അത് പിന്നെ കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട, എനിക്കറിയാം. ആദ്യം ആ സാധനത്തിൽ നിന്ന് നോക്കട്ടെ. പൊന്നു, അയ്യോ അക്കുവേട്ടൻ, അച്ചോട്ടാ വേഗം വാ, നമുക്ക് ഒളിച്ചോടാം. ഇല്ലെങ്കിൽ അനുവിനെ കെട്ടിക്കും. അനുവിനെ കെട്ടിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് അച്ചുവേട്ടൻ അക്കുവേട്ടനൊരു ജീവിതം കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടി എനിക്ക് തന്നെ കെട്ടിച്ചു തരണം. നീ ഇതെന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? നീ ഇവനെയും കൊണ്ട് എങ്ങോട്ട് വിളിച്ചോടുന്നേ? അതോ, അനു അച്ചുവേട്ടൻ്റെ ഇഷ്ടത്തിലായതുകൊണ്ട് അമ്മ അനുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു. അപ്പോൾ ഇവർ ഒളിച്ചോടെ ഞാൻ സഹായിക്കാൻ വേണ്ടി. അതിന് ഞാൻ ഈ ചേട്ടനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അല്ലേ ഒളിച്ചോടാൻ. അതുമല്ല, എനിക്ക് ഒളിച്ചോടാൻ അക്കുവേട്ടനുണ്ട്. ഇപ്പൊ മനസ്സിലായി, ഏട്ടനപ്പം അനുവിന് ഇഷ്ടായിരുന്നല്ലേ? അതെ. അല്ല, അതൊക്കെ അവിടെ നിക്കട്ടെ. നീ അച്ഛനും തമ്മിൽ എന്താ? അത് പിന്നെ ഞങ്ങള് തമ്മിൽ ചെറുതായിട്ടൊരു ഇഷ്ടത്തിലാ. എന്നൊരു വാക്ക് നേരത്തെ പറഞ്ഞൂടെ നിനക്ക്? പേടിച്ചിട്ട്. എന്നിട്ട് ഇപ്പൊ പേടിയില്ലേ? കണ്ണേടാ മതി, പാവം. ശരി, നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലു. അമ്മൂസ, നിനക്കെന്നെ ശരിക്കും ഇഷ്ടാണോ? എൻ്റെ പൊന്നു കണ്ണേട്ടാ, ഇത് എത്രാമത്തെ വട്ടേ ചോദിക്കുന്നേ? എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാ. ഇപ്പൊ വിശ്വാസമായോ? ആയി. ബട്ട് നീ തന്ന സാധനം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒന്നുകൂടി തന്ന നല്ല രീതിയിൽ എൻജോയ് ചെയ്യായിരുന്നു. തൽക്കാലം മോൻ ഇത്രയൊക്കെ എൻജോയ് ചെയ്താൽ മതി. കഷ്ടമുണ്ട് കേട്ടോ അമ്മു. ഒരു കഷ്ടവും ഇല്ല. ഞാൻ നിന്നെ എടുത്തോളടി കടുവേ. ഓ ആയിക്കോട്ടെ, ഇപ്പം എനിക്ക് ഐസ്ക്രീം വാങ്ങിത്താ. ശരി, വാ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അനുവിൻ്റെയും അക്കുൻ്റെയും പ്രണയം വളർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പോലും കാണാതെയോ മിണ്ടാതെയോ ഇരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായി. പിന്നെ കോളേജിലെ പവർഫുൾ കപ്പിൾസ് ഇവർ തന്നെയാണ് മിക്ക ലവേഴ്സിൻ്റെയും റോൾ മോഡൽ. ഇവരാണ്. ഇവരുടെ സ്നേഹത്തിൽ കോളേജിലുള്ള കുറേ പേർക്ക് സന്തോഷവും കുറച്ച് പേർക്ക് അസൂയയും ആയിരുന്നു. പിന്നെ കാവ്യ, അവൾ പലതവണ ഇവരെ പിരിക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. അതുകൊണ്ട് അവർ ഒന്നുകൂടെ അടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ അനുവിൻ്റെയും അക്കുവിൻ്റെയും വീട്ടിൽ ഇവരുടെ കാര്യം ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല. നാളെ അല്ലേ പ്രിയയും നന്ദനും വരുന്നത്? അതെ മാമ, മാമനോട് അച്ഛനെ വിളിക്കാൻ പറഞ്ഞായിരുന്നു. ആ മോളെ, ഞാൻ വിളിച്ചോളാം. അമ്മയോട് പറഞ്ഞേക്ക് ഞാനൊന്ന് ടൗണിൽ പോയെന്ന്. അമ്മായി ഇവിടെ ഇല്ലല്ലോ മാമ. അവൾ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പുറത്തെ വീട് പോയതാ. നീ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞേക്കാം. കണ്ണായിട്ട് ഇതെന്താരെങ്കിലും വരും, മാറിക്കേ. ആരും വരില്ല. നീ കുറെ നാള് കൊണ്ട് എന്നെ പറ്റിക്കുവാ കിസ് തരാന്ന് പറഞ്ഞിട്ട്. ഇനി അത് നടക്കൂല മോളെ. നീ തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വാങ്ങിക്കോളാം. കണ്ണേട്ട തൽക്കാലം ഇത് മതി. മോളെ പൊക്കോ. ദുഷ്ടൻ.
അതെ മോളെ, ഞാൻ ദുഷ്ടനായത് കൊണ്ടാ ഇതിന് നിർത്തിയത്, ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്താ കാണണോ? എന്താണ് മോളെ മുഖമൊക്കെ ചവന്നിരിക്കുന്നേ? ആവോ. സത്യം പറഞ്ഞോ? ശരിക്കും എന്റെ ഏട്ടനാളെ കൊള്ളാലോ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് പോടി. പറ മക്കളെ, കഴിക്കാൻ വാ. മോളെ ഞാൻ എടുത്തോളാട്ടോ. ഓ ആയിക്കോട്ടെ. എന്റെ പെണ്ണെ പതുക്കെ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഈ അതമ്മായി കഴിക്കാൻ വിളിച്ചപ്പോ ആ തിരക്കിൽ ഓടിയതാ. നിന്നെ കണ്ടല്ലോ, ഭക്ഷണം അവിടെ തന്നെ കാണും, ആരും എടുത്തോണ്ട് പോവില്ല. ഈ ചിരിക്കല്ലേ, നീ ചെല്ല്. ഏട്ടൻ വരുന്നില്ലേ? ഞാനിപ്പോ വരാം. വേഗം വരണേ. ആടി പൊന്നാ, വരാം. ഹാ, നിങ്ങൾ നേരത്തേക്ക് പോന്നോ? എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അക്കൂനെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതൊന്നും കുഴപ്പമില്ല ഏട്ടാ. ഏട്ടത്തെയും പിള്ളേരൊക്കെ എന്തേ? അവൾ അടുക്കളയിലുണ്ട്, പിള്ളേര് പിന്നെ ഇരിക്കാനാവുന്നേ ഉള്ളൂ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ എന്താണ് നന്ദ അവിടെ തന്നെ മിണ്ടാടി നിൽക്കുന്ന ഭാഗത്തോട്ട്? ഉണ്ടല്ലോ, നീ പകത്തേക്ക് വാ. ആളിയോ അനു എഴുന്നേറ്റില്ലേ? ഇല്ല എന്ന് തോന്നുന്നു. അച്ഛേ. മോളെ, നിനക്ക് സുഖല്ലേ? അതെ അച്ഛാ, വാ നമുക്ക് അകത്തോട്ട് കയറാം. അച്ഛനെ കിട്ടിയപ്പോ എന്നെ വേണ്ട അല്ലേ? എൻ്റെ പൊന്നമ്മേ, അമ്മ എൻ്റെ കൂടെ തന്നെ ആയിരുന്നില്ലേ? പോയിട്ട് 4 മാസം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അച്ഛനാണ് 2 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എൻ്റെ മോളെ. സംസാരമൊക്കെ പിന്നെ ആവാം. നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ശരി ദേവു. നന്ദനും അവിടെ അടുത്ത് തന്നെ വീടെടുത്തു. പിന്നെ ബിസിനസ് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അനുവും നന്ദനും പ്രിയയും അവരുടെ പുതിയ വീട്ടിലാണ് താമസം. അനുവിൻ്റെയും അക്കുവിൻ്റെയും കാര്യം വീട്ടിലറിഞ്ഞു. അവർക്ക് എതിർപ്പൊന്നും തന്നെയില്ല. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. 2 മാസത്തിന് ശേഷം അങ്ങനെ ഒരു ദിവസം അനുവും അക്കുവും പൊന്നും കോളേജിൽ നിന്ന് വന്നു. വീട്ടിലേക്ക് പോകാൻ നിന്ന അനുവിനെ ദേവു വീട്ടിലേക്ക് വിളിപ്പിച്ചു. ആൾ നോക്കിയപ്പോൾ അവരുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് സീരിയസ്നെസ് അവൾ ശ്രദ്ധിച്ചു. അമ്മേ, എന്ത് പറ്റി? എല്ലാവരുടെ ഫേസും സീരിയസ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? മോനെ, അത് ഇന്ന് ദേവും പ്രിയയും നിങ്ങളുടെ എല്ലാവരുടെയും ജാതകം നോക്കാൻ പോയിരുന്നു. അപ്പൊ അനുവിന്റെ ജാതകത്തില് 1 വർഷത്തിനുള്ളിൽ വിവാഹം നടക്കണമെന്നാ, അല്ലെങ്കിൽ ഒക്കെ മംഗല്യമൊക്കെ ഇല്ലെന്നാ പറയുന്നത്. മോളെ അനു, നിന്റെ തീരുമാനം എന്താ? അച്ഛൻ, എനിക്ക് സമ്മതമാണ്. അക്കോ, നിനക്കോ? എനിക്ക് സമ്മതമാണ്. അപ്പൊ നമുക്കത് അങ്ങോട്ട് നല്ല മുഹൂർത്തം നോക്കി നടത്താം അല്ലേ? അതെ അളിയാ, അപ്പൊ നമുക്ക് നാളെ പോയി മുഹൂർത്തം നോക്കാം. അത് മാത്രം പോരാ, ഇവിടെ ചേർച്ച കൂടി നോക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ ദേവു. എന്നാലും ഏട്ടത്തി പറഞ്ഞതിലും കാര്യമുണ്ട് ഏട്ടാ, നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പം അതിനൊരു മുടക്ക് വേണ്ട, അത് കൂടി നോക്കാം. എന്താ അളിയാ? എന്നാ അങ്ങനെ ആവട്ടെ. ഇതിന്റെ ഒരു ആവശ്യവും ഇല്ല. എഴുതി നോക്കിയിട്ട് പൊരുത്തം പോരാന്നെങ്ങാനും വന്ന് പറഞ്ഞ ഇവളെ വിളിച്ചോണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങും, പറഞ്ഞേക്കാം. ഞാൻ സംസാരിച്ചോളാം. പെട്ടെന്ന് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞത് കൊണ്ടായിരിക്കും. അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് ഏട്ട സ്വഭാവം അറിയാവുന്നതല്ലേ? കണ്ണേട്ടാ, അമ്മു, ഒന്നാമത് എന്റെ മൂഡ് ശരിയല്ല. നീ ഇന്നലത്തെ കാര്യം പറയാനാണെങ്കിൽ വേണ്ട. പറ്റില്ല. ഇന്നലെ ഞാൻ സംസാരിക്കാൻ വന്നപ്പോൾ എന്നെക്കൊണ്ടൊന്നും പറയിക്കാതെ റൂമിൽ നിന്ന് പുറത്താക്കി ഡോർ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഇന്ന് എനിക്ക് സംസാരിച്ചേ പറ്റൂ. ഞാനൊരു വട്ടം പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. എന്നാൽ എന്തേലും പോയി ചെയ്. ഇനി അമ്മൂന്ന് വിളിച്ചോണ്ട് വാ.
എന്ത് പറ്റി മോനെ? അവള് ദേഷ്യത്തിൽ പോകുന്നുണ്ടല്ലോ. എന്റെ അക്കു, നീ അതിനാണോ? അതിലൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒളിച്ചോടി കല്യാണം കഴിച്ച നിന്റെ പാരന്റ്സും അവളുടെ പാരന്റ്സും ഇത് നോക്കുന്നു തോന്നുന്നുണ്ടോ? എടാ അതില്ല, പക്ഷെ ഇത് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പം അതവര് വെറുതെ നോക്കുന്നതാവും. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? അതേടാ, നീ ടെൻഷൻ ആവാതിരിക്കേ. നീ അവളോട് ചെന്ന് സംസാരിക്കേ. മോളെ ഒന്നവിടെ നിന്നേ. ഓ, ഇനി നിനക്കെന്താ വേണ്ടേ? ഇന്നത്തോടെ നിന്റെ ഹാപ്പിനെസ് എല്ലാം ഇല്ലാതാവും മോളെ. ഇന്ന് നീയും അക്ഷന്തുമായി ഉള്ള റിലേഷൻ ഇവിടെ തീരും. ആണോ? ശരി എന്നാ, അങ്ങനെ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. അവളുടെ ഒരു ഭീഷണി. എന്റെ അനു, അവൾ അത്രയ്ക്കൊക്കെ പറഞ്ഞതല്ലേ, നീ ഒന്ന് പേടിച്ചു കൊടുക്ക്. അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും ചെയ്യല്ലേ. എനിക്ക് കണ്ടിട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പോരെ, ഇപ്പൊ ഓക്കെ അല്ലേ? വാടി. നീ ഉറപ്പായി കരഞ്ഞിരിക്കും ഇഷാൻവി. കാവ്യ, നീ ഇത്ര കോൺഫിഡന്റ് ആയി പറയണമെങ്കിൽ എന്തോ സംഭവം ഉണ്ടല്ലോ. എന്താണ്? അതേലോ, ഒരു അടിപൊളി പ്ലാൻ ഉണ്ട്. നിന്റെ ബ്രദർ അവളുടെ ക്ലാസ്സിലല്ലേ? അവളുമായി നല്ല ഫ്രണ്ട്ലിയും അല്ലേ? അതെ, അവർ നല്ല ക്ലോസ് ആണ്. അവനെ വെച്ച് എന്ത് ചെയ്യാനാ? അവനെ കൊണ്ട് അവളോട് പറയിക്കണം, നിങ്ങളുടെ ഫാമിലി ഗെറ്റുഗദറിന് അവനൊരു സ്കിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനവൻ്റെ കൂടെ ചെയ്യുന്ന ആൾ അന്ന് ഈവനിങ്ങേ വരുമെന്ന്. അവൾക്ക് പകരം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ അവളോട് നിൽക്കാൻ പറയണം. അവൾ അതിന് സമ്മതിച്ച സ്കിറ്റ് എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യാനായിരിക്കണം. അല്ല, കണ്ടന്റ് എന്ന് പറയുന്നത് ശ്രേയസ് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ അവൾ അതിന് എസ് പറയുന്നു. പിന്നെ അവൻ ചോദിക്കും, അപ്പം നിൻ്റെ മറ്റേ ലവറോ എന്ന്. അതിനവൾ പറയുന്നത് അത് വെറും ഒരു ടൈം പാസ് ആണ്, ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ മുതൽ നിന്നെയാണ് എനിക്കിഷ്ടമെന്നും പിന്നെ അതിന് ആണ് നിൻ്റെ അടുത്ത് ഫ്രണ്ട്ലി ആയതുമെന്നും അങ്ങനെയൊക്കെ. പിന്നെ മറ്റേ ആളെ ഞാൻ ഒരിക്കലും സിൻസിയറായി സ്നേഹിച്ചിട്ടില്ല, ആളുടെ പൈസയ്ക്ക് വേണ്ടി ആണ് എല്ലാം ചെയ്തത് എന്നും അങ്ങനെ ഉള്ള ഡയലോഗ്. ഇത് ചെയ്യുമ്പം അതിൻ്റെ വീഡിയോ എടുക്കണം, എന്നിട്ട് അവൻ അയച്ചു കൊടുക്കണം. പിന്നെ ശ്രേയസും ഇഷാൻവിയും കിസ് ചെയ്യുന്ന പോലൊരു ഫോട്ടോ മൂവ് ചെയ്ത് വേണം. അവൻ കൂടുതൽ വിശ്വസിക്കണ്ടേ? എൻ്റെ പൊന്നു മോളെ, ഈ ആയിട്ട് ഉറപ്പായും ഏൽക്കും. അപ്പം എന്തുകൊണ്ട് അവർ സെപ്പറേറ്റ് ആവും അല്ലേ? ശ്രേയസിൻ്റെ അടുത്ത് ഞാൻ പറയാം. അവനാണെങ്കിൽ അവളൊരു നോട്ടമുണ്ട്, അതുകൊണ്ട് അവൻ ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും. ചേച്ചി സെറ്റ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല, അപ്പോൾ ആ ടൈമിൽ ഞങ്ങളത് ചെയ്യാം. ഒരു പിഴ പോലും സംഭവിക്കരുത്, കേട്ടല്ലോ? ചേച്ചി, ഇതൊക്കെ ഞാൻ ഏറ്റു. അനു, എന്താണ് ഒറ്റയ്ക്കിട്ടുള്ള പരിപാടി? അല്ല, നിന്റെ വാലോടെ പോയി. നീയോ? ഒന്നുമില്ലടാ, ബോറടിച്ചിരിക്കുവായിരുന്നു. ആളുടെ കൂടെ കറങ്ങാൻ പോയി. ബോറടിയോ? എന്നാ നിനക്ക് നിന്റെ കണ്ണേട്ടിൻ്റെ കൂടെ കറങ്ങാൻ പോയിക്കൂടായിരുന്നോ? ആഗ്രഹമൊക്കെ ഉണ്ട് മോനെ, ബട്ട് പുള്ളി ബിസിയാണ്. ഓ, സോ സാഡ്. പോട്ടെ, ഞാനെന്തായാലും ഫ്രീ ആണ്. നീ എങ്കിലും ഉണ്ടല്ലോ ഫ്രീ ആയിട്ട്. പിന്നെ അനു, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എൻ്റെയോ? എൻ്റെ എന്ത് ഹെൽപ്പാ? അതിനെന്താ, ഐ ആം റെഡി. അവളില്ലാത്ത വീട്ടിൽ പോകാൻ പറ്റില്ല. അതുവരെ ഞാനിവിടെ പോസ്റ്റ് അല്ലേ, അപ്പം നമുക്കത് ചെയ്യാം. അമ്മായി. ആ മോളെ, നിന്നെ ഞാൻ വിളിക്കാതിരിക്കുമായിരുന്നു. എന്ത് പറ്റി അമ്മായി? കണ്ടിട്ട് നല്ല ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ. മോളെ, അക്കുതിരായിട്ട് വന്നിട്ടില്ല. മോളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്ത്, ഏട്ടനെതിരെ വന്നില്ലേ? എവിടെ പോയി? എന്നോടൊന്നും പറഞ്ഞില്ല. നിൽക്ക്, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോളുടെ അടുത്തൊന്നും പറഞ്ഞില്ലേ? വിളിച്ചിട്ട് കാര്യമില്ല മോളെ, ഞാൻ വിളിച്ചതാ. അവൻ്റെ ഫോൺ ഓഫാണ്. ഓഫോ? കിച്ചുവേട്ടനോ അച്ചുവേട്ടനോ വിളിച്ചോ? അവരെയും വിളിച്ചതാ. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അമ്മായി ടെൻഷൻ ആവാതെ, ഏട്ടനിങ്ങ് വരും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരുമായിരിക്കും. മോളെന്തായാലും ചെല്ല ലേറ്റായി. കണ്ടേട്ടാ, ഇത് എവിടെയായിരുന്നു? ഇന്നലെന്താ വീട്ടിൽ വരാത്തെ? അത് നിന്നോട് പറയണമെന്നുണ്ടോ? ഇഷാൻബി, ഇന്നത്തോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇവിടെ വെച്ച് തീർന്നു. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അതിന് മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? പക്ഷേ നിന്റെ അടുത്തുനിന്ന് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല. നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറി തരൂലായിരുന്നോ? ജസ്റ്റ് ബ്രേക്കപ്പ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ട. കണ്ണേട്ടാ, ഇതെന്തൊക്കെ പറയുന്നു ഞാൻ? വേണ്ട, നീ ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. ഇനി എൻ്റെ മുമ്പിൽ എങ്ങാനും നിന്നെ കണ്ട
പൊന്നു, നീ ഇനി ഇവളെ കൂടെ നടക്കുന്നത് ഞാൻ കണ്ട എന്നെ നിനക്കറിയാലോ. അതിന് മാത്രം എന്താ ഉണ്ടായത്? ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. ഡാ അക്കു, അപ്പൊ നീ കാവ്യയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയാൻ തീരുമാനിച്ചോ? അതേടാ, ഞാൻ തീരുമാനിച്ചു. നാളെ എൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം അവളെ പാർട്ടിക്ക് വിളിച്ച് അച്ഛൻ്റെയും അമ്മയുടെ മുമ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്യണമെന്ന് കരുതുന്നു. എടാ, അത് വേണോ? നീ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ? ഞാൻ ഒരുപാട് ആലോചിച്ചു, അതിലൊരു മാറ്റവും ഇല്ല. എടാ അപ്പ അനു, അവളെ പറ്റി ഒരക്ഷരം വേണ്ടി പോരുത്. കാവ്യ കോളടിച്ചല്ലോ. അപ്പൊ ഈ 4 മാസം കൊണ്ട് നീ അവന്റെ മനസ്സിൽ കുടികയറിയെന്ന് അർത്ഥം. കൺഗ്രാറ്റ്സ് ഡിയോ. ഇപ്പഴാ ശരിക്കും സമാധാനമായത്. ഞാൻ കരുതി മറ്റു ലവ് ഫെയിലേഴ്സിനെ പോലെ ഇവനും ഗേൾസിന് അലർജി ആവുമെന്ന്. അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. എന്താ പ്ലാൻ? കെട്ടി സുഖമായി ജീവിക്കാനാണോ? അതിന് കാവ്യ വേറെ ജനിക്കണം. അവനെ കെട്ടി ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അവനെന്തെങ്കിലും പോയിസൺ കൊടുത്ത് അങ്ങ് ഇല്ലാതാക്കണം. എന്നിട്ട് അവന്റെ സ്വത്ത് സ്വന്തമാക്കണം. എനിക്ക് വയ്യ. എന്തൊക്കെയായാലും ഇനി ഇത് നടക്കാൻ പോകുമല്ലേ. കാവ്യ, അക്ഷത് പറ. നാളെ എന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഒരു ചെറിയ പാർട്ടി ഉണ്ട്, താൻ വരണം. ഓ ഷുവർ, ഞാൻ വരാം. എവിടെ വെച്ചാ? ലവ് ക്രൂസിഡോസ് ഓഡിറ്റോറിയമില്ലേ, അവിടെ at 7 PM. ഉറപ്പായും ഞാൻ വന്നിരിക്കാം. ശരി, എന്നാ കാണാം. കാവ്യ, അങ്ങോട്ട് നോക്ക്. ഇഷാൻവി. അവളോ? അവളെന്താ ഇവിടെ? അവള് അക്ഷത്തിന്റെ മറപ്പണ്ണല്ലേ. പിന്നെ അവളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പ്രപ്പോസ് കൂടെ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും. ഓ, അതായിരിക്കും ചിലപ്പോ. അല്ല, അക്ഷത്തിനെ കണ്ടില്ലല്ലോ. ഇപ്പൊ വരുമായിരിക്കും. അവളല്ലേ ഇന്നത്തെ താരം. ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. എ വാം വെൽക്കം ടു ഓൾ. എന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നിങ്ങൾ എന്തിനാ വന്നതെന്ന് അറിയാലോ. അതെ, ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ശിവറാം നായർ ആൻഡ് ദേവിക ശിവറാം, ഇവരുടെ മൂത്ത മകനും എൻ്റെ സ്വന്തം ബ്രദറുമായ അക്ഷത് ശിവറാമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അത് സെലിബ്രേറ്റ് ചെയ്യാൻ. നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇല്ലാതെ എന്ത് സെലിബ്രേഷൻ അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം അക്ഷത് ശിവറാം. കാവ്യ, ലുക്ക് ദോ. Boy, drop out my cars like it's urgent. I'm a hot boy, don't get too close cause I might burn you. I'm a hot boy, but I put ice on all my bitches. I'm a hot boy, I bring the fire to the trenches. I'm a hot boy, I'm a hot boy. 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 I'm a hot boy, but got a lot of cold bitches. Voice $500,000 on my neck, 450. Drop a load. He's so hot. ഹലോ എവരിവൺ, താങ്ക്സ് ഫോർ കമ്മിങ്. ഇന്നിവിടെ എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ മാത്രമല്ല, എനിക്കൊരാളെ പരിചയപ്പെടുത്തി തരാൻ കൂടിയുണ്ട്. അതാരാന്ന് വെച്ചാൽ മൈ ഗേൾ ഫ്രണ്ട് ആൻഡ് ഫ്യൂച്ചർ വൈഫ്. കിച്ചു, സ്പോട്ട്ലൈറ്റ് ഓൺ ആക്കിയേ. മിസ് ഇഷാൻവി, മൈ ഫ്യൂച്ചർ വൈഫി, കം വിത്ത് മീ. സോ എവരിവൺ, ദിസ് ഇസ് മൈ ബെറ്റർ ഹാഫ് ഇഷാൻവി നന്ദൻ, എൻ്റെ അമ്മായിയുടെ മകൻ. ദാറ്റ് മീൻസ് എൻ്റെ മുറപ്പെണ്ണ്. മതി മതി, ബാക്കി അച്ഛൻ പറയാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ വന്നത് ഇവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഇവന്റെ എൻഗേജ്മെന്റും നടത്താൻ തീരുമാനിച്ചു. ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട്. സോ ഞങ്ങളത് നടത്താൻ പോകുവാണ്. ദേവു, അളിയ, പ്രിയ, വാ. കിച്ചു, ആ റിംഗ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്നെ വിളിക്കണില്ല, എന്നെ മറന്നോ? അതിന് നിന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നീ വലിയ വന്നോളൂല്ലോ. അപ്പം ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഇപ്പൊ കഴിഞ്ഞു. ഇനി ഇവരുടെ മാരേജ് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് സൺഡേ ആയിരിക്കും. വെഡിങ്ങിന് എല്ലാവരും വീട്ടിൽ വന്ന് ഒഫീഷ്യലായി ഒന്നും കൂടെ വിളിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും വരണം. ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും പോയി ഫുഡ് കഴിക്കാം. അതെ മക്കളെ, അവിടെ നിന്ന് നിന്നേ. നീയൊക്കെ എന്താടി കരുതിയേ? ഞങ്ങളെ പിരിക്കുകയെന്നോ? ഒരിക്കലും നടക്കത്തില്ല. പിന്നെ നിങ്ങളുടെ പ്ലാനൊക്കെ ഞാൻ കേട്ടു. അപ്പം ഞാൻ കരുതി ഞങ്ങളൊന്ന് പൊട്ടം കളിപ്പിക്കാമെന്ന്. നീയൊക്കെ എന്ത് ചെയ്താലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായല്ലോ. അമ്മ സർ, മതി, ഇവർക്കുള്ളതായിട്ടുണ്ട്. വാ, നമുക്ക് പോകാം. കണട, 1 മിനിറ്റ്, എന്തോ ഒന്ന് മറന്നല്ലോ. ഇത് ഞങ്ങളെ പിരിക്കാൻ നോക്കിയതിനല്ല, നിങ്ങൾ ഇന്നലെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ കരുതി
നിനക്ക് ദിവ്യപ്രേമമായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് നീ എത്ര ഏട്ടൻ്റെ പുറകെ നടന്നിട്ടും ഞാനൊന്നും പറയാത്ത. ബട്ട് ഇത് കുറച്ച് കൂടുതലാണ്. ഇനി എങ്ങാനും കണ്ണേട്ടൻ്റെ പുറകെ നിന്നെ കണ്ട ഇപ്പൊ പറഞ്ഞതെന്താ? അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായോ? യായ അങ്ങനെ കണ്ടായിരുന്നു. എന്നാ വാ, എനിക്ക് വിശക്കുന്നു. അതിനിടയ്ക്ക് വിശക്കാനും തുടങ്ങിയോ? നീയല്ലേ നേരത്തെ 5 പീസ് കേക്ക് കഴിക്കുന്നുണ്ടേ? 5 കഴിക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ആ പൊന്നു വന്ന് ഒരെണ്ണം എടുത്തോണ്ട് പോയി. എന്റെ പൊന്നോ, നീ വാ. അച്ഛൻ, എനിക്ക് പോണ്ട. നിന്റെ കരച്ചിൽ കണ്ടാ തോന്നുമല്ലോ നിന്നെ വല്ല ദുബായിലേക്കാണ് വിടുന്നതെന്ന്. ഇതിപ്പോ തൊട്ടടുത്ത വീട്ടിലേക്കല്ലേ. അമ്മ മിണ്ടാതില്ല, ഇത് ക്യാമറ. അക്കു, നിനക്കൊന്നും കൂടെ ആലോചിക്കായിരുന്നു. വളരെ ശരിയാ, ഇനി പറഞ്ഞിട്ട് കാര്യം. എന്താണ് മേഫി പതിവില്ലാത്തൊരു നാണം? കണ്ണേട്ടാ വേണ്ടട്ടോ. ഇല്ല, ഇങ്ങോട്ട് വാടി പെണ്ണെ, നമുക്ക് ആഘോഷിക്കണ്ടേ?
ആർമീസേ, ഇതൊരു ചെറിയ വൺ ഷോട്ടാണ്. എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ട് വേഗം ചെയ്തൊരു വൺ ഷോട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.